അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്ന അള്ളാഹുവിൻ്റെ പ്രത്യേകമായ വിശിഷ്ടമായ നാമം സലാമു യാ അല്ലാഹ് എന്ന ഇസ്മിൻ്റെ മഹത്വം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. മഹാനായ മുനാവിർ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫൈദുൽ ഖദീർ എന്ന ഗ്രന്ഥത്തിൽ കൊണ്ടുവന്ന അവിടെ നിന്ന് ഉദ്ധരിച്ച ഒരു അള്ളാഹുവിൻ്റെ മഹത്വമേറിയ നാമത്തിനുള്ള വിശേഷമാണ് പറയുന്നത്. അതായത് ശാരീരികമായോ മാനസികമായോ വേദന അനുഭവിക്കുന്ന ആളുടെ അടുത്ത് വെച്ച്, അല്ലെങ്കിൽ ആ വേദന അനുഭവിക്കുന്ന ആൾ തന്നെ മറ്റു രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഈ ഒരു ദിക്ർ ഒരു രോഗിയുടെ അടുത്ത് ശാരീരികമായോ അല്ലെങ്കിൽ മാനസികം ഉദ്ദേശിക്കുന്നത് ടെൻഷന് മൂലം പ്രയാസത്തിൽ കുടുങ്ങി നിൽക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വെച്ച്, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ, അല്ലെങ്കിൽ മറ്റു ശരീരത്തിലെ പല ഭാഗങ്ങളിൽ വേദന അനുഭവിക്കുന്ന ആളുടെ അടുത്ത് വെച്ച് യാ സലാമു യാ അല്ലാഹ് എന്ന ദിക്ർ 121 തവണ ചൊല്ലി മന്ത്രിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഏത് വേദനയും മാറിക്കിട്ടുമെന്ന് മഹാനവർകൾ നമുക്ക് പഠിപ്പിച്ചു തരാണ്. അത്രയും മഹത്വമുള്ള അള്ളാഹുവിന്റെ പരിശുദ്ധ നാമമാണ് യാ സലാമു യാ അല്ലാഹ് എന്ന ഇസ്മ. എല്ലാവരും ചൊല്ലണം. മറ്റു സമയങ്ങളിൽ പതിവാക്കേണ്ട എല്ലാ വിജയങ്ങളുടെ കവാടങ്ങൾ നമുക്ക് രക്ഷയായി ലഭിക്കാൻ, അള്ളാഹു നമ്മുടെ എല്ലാ വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കാരണമാകുന്ന ഒരു ദിക്റാണ് യാ സലാമു യാ അല്ലാഹ് എന്ന ദിക്ർ. പതിവാക്കിയാൽ മറ്റു അനവധി മഹത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന വല്ലാത്ത പവറുള്ള ഒരു ദിക്റാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് ചൊല്ലാനുള്ള മഹാഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.